ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിജു കാട്ടാക്കട. ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കാട്ടാക്കട ട്രിവാൻഡ്രം റോഡിൽ അകപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് പേയാടിന് ഇപ്പുറം മുതൽ ഒരു 10-12 കിലോമീറ്ററോളം നീളുന്ന റോഡിൽ അകപ്പെട്ടിരിക്കുന്ന കുഴികളുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കിങ്ങനെ പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് കുറച്ച് നാളുകളായിട്ട് ഇത്തരം കുഴികൾ അകപ്പെട്ടിരിക്കുന്നത് കാണാനിടയാവുന്നുണ്ട്. ഒരുപാട് അപകടങ്ങളും നടക്കുന്നുണ്ട് ആ കുഴികളിൽ അകപ്പെട്ട്. അപ്പോൾ ബഹുമാനമുള്ള മന്ത്രിയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാട്ടാക്കട ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിപാടി വെച്ചപ്പോൾ അവരിതാ കണ്ടില്ലേ, വലിയ കുഴികൾ മൂടി അതിൻ്റെ പുറത്ത് ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ വലിയ വലിയ മെറ്റൽസാണ് കൊണ്ടിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ അവരത് കൊണ്ടിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി കീലോ എന്തെങ്കിലും ടാർ എന്തെങ്കിലും ഒഴിച്ച് അതിനെ ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടോ, അല്ലെങ്കിൽ വലിയ വലിയ കുഴികളിൽ ഇപ്പോൾ സ്ഥിരയാത്രക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് കണ്ട് മനസ്സിലാക്കി അത് ഒഴിഞ്ഞു പോകാൻ പറ്റും, ആ കുഴികളെ വെട്ടിച്ച് പോകാൻ പറ്റും. ഇതിപ്പോൾ അതിനേക്കാൾ ഡേഞ്ചറാണ്. കാര്യം ഇത് പ്രത്യേകിച്ച് ഒരു വളവ് സൈഡാണ്. ഈ വളവ് സൈഡുകളിൽ ഇതുപോലുള്ള വലിയ മെറ്റലുകൾ ഇളകി കിടക്കുമ്പോൾ വളരെ കൂടുതലാണ് അപകടങ്ങൾ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മളെ കേരളത്തിൽ മാത്രമേ ഇതുപോലത്തെ മൂഞ്ചിയ പരിപാടികൾ നടക്കത്തുള്ളൂ. സത്യമല്ലേ? ഇപ്പോൾ നമ്മളൊരു സാധാരണക്കാരനായ ഒരു പൗരൻ്റെ വാഹനത്തിൽ ഇപ്പോൾ എന്താ പറയുക, ഇൻഷുറൻസ്, ടാക്സ്, പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള പേപ്പറുകൾ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ MVD, പോലീസ്, ബാക്കി ഉന്നതന്മാരൊക്കെ നമ്മളെ നിർത്തി പൊറപ്പിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതുപോലൊരു മൂഞ്ചിയ പരിപാടികൾ നടക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അതിൻ്റെ നന്മകളും അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. മനസ്സിലായില്ലേ? മറിച്ച് ഇവിടെ ഓപ്പോസിറ്റാണ് നമ്മുടെ കേരളത്തിൽ. ഇവിടെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാരും അനുദിനം അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യാത്ത പക്ഷം, ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും പ്രവർത്തിക്കാത്ത പക്ഷം, ഇതാ കണ്ടില്ല ഇതുപോലെ. ഇതൊക്കെയാണോ ക്ഷേമം എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളെന്ന് പറയുന്നത് അല്ല, അപകടങ്ങൾ ഉണ്ടാക്കുകയല്ല. നമ്മുടെ വണ്ടിയിൽ ബുക്കും പേപ്പറും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് മുക്കിന് ഇരുന്ന് എന്താ പറയുക, പെറ്റികൾ അടിച്ചു കൂട്ടാൻ പറ്റുമല്ലോ ലക്ഷക്കണക്കിന് രൂപ. എന്തുകൊണ്ട് അവർ ഈ ഒരു കാര്യങ്ങളിൽ ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ, ഒരു അപകടം നടക്കുന്ന ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരത് മൂടിയിടാൻ വേണ്ടി വളരെയധികം ലേറ്റാവുന്നുണ്ട്? മാസങ്ങളെടുക്കുന്നുണ്ട് ഒരു കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ദൈവത്തെ പോലെ കാണുന്നത്. അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ജനങ്ങൾ അത്തരം അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നുണ്ട്, നന്മകൾ അനുഭവിക്കുന്നുണ്ട്. മറിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അനുദിനം, അല്ലെങ്കിൽ മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാർ അനുദിനം ശാപങ്ങളുടെയും കണ്ണുനീരുകളുടെയും ഫലമാണ് ഏറ്റുവാങ്ങുന്നത്. ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് ശാപങ്ങളും കണ്ണുനീരുമാണ് ഏറ്റുവാങ്ങുന്നത്. അത്രയ്ക്കും പ്രാക്കുകളാണ് ഇവിടുത്തെ നേതാക്കന്മാർ ഏറ്റുവാങ്ങുന്നത്. അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണ്, ജനങ്ങളെ സേവിക്കാത്തതിൻ്റെ കാരണമാണത്. അപ്പോൾ ഞാനിത് പറയാൻ വന്ന വേറെ ഒന്നുമല്ല, ഇത്തരം വലിയ കുഴികളിൽ അകപ്പെട്ടിട്ട് ഒരു മന്ത്രി വരുമ്പോൾ മാത്രം കുറച്ച് മെറ്റൽ കൊണ്ടുവന്ന് ഇവിടെ നിമത്തിയിട്ടിട്ട് പോകുന്നത് നല്ലൊരു പരിപാടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം മന്ത്രിയെപ്പോലെ തന്നെയാണ് ഇവിടുത്തെ ഏതൊരു സാധാരണ പൗരന്മാരും. അപ്പോൾ അവരത്രയും ദിവസം അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും അതേ റോഡിൽ തന്നെ അതുപോലുള്ള മന്ത്രിമാരും ബാക്കിയുള്ള ആൾക്കാരും ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കണമെന്നാണ് ഞാനും പറയുന്നത്. ഇത് ആ മന്ത്രിമാർ വരുമ്പോൾ മാത്രം എന്താ പറയുക, നല്ല റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ തന്നെ ഇവർ ആ മെറ്റൽ കൊണ്ടിട്ടിട്ട് അതൊരു അല്പം പോലും ഒന്ന് ടാറെടുത്ത് ഒഴിക്കാതെയാണ് അവർ പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇവിടെ നന്നാവാനൊന്നും പോകണില്ല. മനസ്സിലുള്ള ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാനും ഇൻഷുറൻസും ടാക്സും ഒക്കെ കൊടുത്ത് വാഹനം ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്രയും പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. താങ്ക് യു.